ഗ്രഹാതുര സ്മരണകളുമായി ഒരു ധനുമാസ തിരുവാതിര കൂടി. ഉറക്കമിളച്ച് വ്രതം നോറ്റാണ് മലയാളി മംഗമാർ തിരുവാതിര ആഘോഷിക്കുന്നത്. തിരുവാതിര പുഴുക്കും ഏറെ പ്രശസ്തമാണ്. ധനുമാസത്തിലെ തിരുവാതിര മലയാളി മംഗമാരുടെ വിശേഷ ദിവസം. ശിവപാർവതി പ്രീതിക്കായി വ്രതം നോറ്റ് നല്ല ദാമ്പത്യത്തിനായുള്ള പ്രാർത്ഥനാ നിർഭരമായ ആതിര രാത്രി. കുടുംബൈശ്വര്യം, ദീർഘായസ്, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി വിവാഹിതകളാണ് വ്രതം പ്രധാനമായി അനുഷ്ഠിക്കുന്നത്. നല്ല വിവാഹബന്ധം ലഭിക്കാൻ യുവതികളും വ്രതം നോക്കുന്നു. ശിവനും പാർവതിയും വിവാഹിതരായത് ഈ ദിനത്തിലായിരുന്നുവെന്ന് ഐതിഹ്യം. അരിയാഹാരം പാടെ ഒഴിവാക്കും. എട്ടങ്ങാടി എന്ന് മലയാളികൾ വിളിക്കുന്ന പുഴുക്കാണ് ഭക്ഷണം. വൻപയർ, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ്, കൂർക്ക, ചേന തുടങ്ങി 8 തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് തിരുവാതിര പുഴുക്ക് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഭയങ്കര ഫൈബർ റിച്ച് ആണ്, ഭയങ്കര ഡൈജസ്റ്റീവ് ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് സീസൺ നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും സാധാരണ ധനു മകരം എന്നൊക്കെ പറഞ്ഞാൽ തണുപ്പ് കാലഘട്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് ചൂട് പ്രധാനം നൽകുന്നതും ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം തന്നെ. പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഒത്തിരി ഡൈജസ്റ്റീവാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ആഹാര രീതി ഇന്നത്തെ രോഗങ്ങൾക്ക് തന്നെ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെയുള്ള പരിഹാരമാണ് ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്നത്. ഭയങ്കര നമ്മുടെ ശരീരത്തിന് ഒത്തിരി ആരോഗ്യം പ്രദാനം ചെയ്യുന്നതും ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുകൂടെ നല്ല രീതിയിലാക്കുന്നത്, ഫാസ്റ്റ് ഫുഡിൻ്റെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്നതിനുമൊക്കെ അങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വശം കൂടെയുണ്ട്. പുരാതന കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര ആഘോഷത്തിൻ്റെ തുടക്കം എന്നാണെന്ന് വ്യക്തമല്ല. സംഘകാലത്തോളം ഈ വിശേഷത്തിന് പഴക്കമുണ്ടെന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. ചേർത്തല കടക്കരപ്പള്ളി കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് ധനുമാസ തിരുവാതിര ആഘോഷിച്ചത്. വർഷങ്ങളായി പടിഞ്ഞാറ കൊട്ടാരം ക്ഷേത്രത്തിൽ എട്ടങ്ങാടി ദൈവത്യങ്ങളുണ്ട്. ശിവനും പാർവതിയല്ല പ്രധാന ദേവതയെങ്കിലും നമ്മുടെ തിരുവാതിര ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ആ ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര നോമ്പെടുക്കുന്ന സ്ത്രീജനങ്ങൾക്ക് എട്ടങ്ങാടി നിവേദിച്ച് അവരെ വ്രതമെടുത്ത് എട്ടങ്ങാടി കഴിക്കുന്ന പതിവ്. തിരുവാതിര ദിവസം പുലർച്ചെ തുടിച്ചുകൂളി, വിളക്ക് കൊളുത്തി പ്രാർത്ഥന, പിന്നെ കഞ്ഞിയും പുഴുക്കും, വൈകിട്ട് തിരുവാതിര കളി എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന വിശേഷങ്ങൾ. ശൈവാരാധനയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്ന സംഘകാലത്ത് തിരുവാതിര ആഘോഷത്തിന് സമാനമായ ആചാരങ്ങളെപ്പറ്റി ചില ശിലാശാസനങ്ങളിൽ സൂചനയുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലും ചില വീടുകളിലുമൊക്കെ നടന്ന തിരുവാതിര ആഘോഷത്തിൽ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത്.